الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله സത്യവിശ്വാസികളായ സഹോദര സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകള് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആ ഇബാദത്ത് ചെയ്ത് ലഭിക്കുന്ന വിശുദ്ധിയിലൂടെ അവരുടെ ശാശ്വതമായ സ്വർഗീയ ജീവിതത്തിലേക്ക് അവരെ നയിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന വിശ്വാസം അത് ഒരു മനുഷ്യന് ജീവിതത്തിന് ധൈര്യവും സമാധാനവും സൂക്ഷ്മതയും നൽകുന്നു എന്നുള്ളതാണ്. ആ വിശ്വാസം കുറയും തോറും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഐഹിക ലോകം എന്ന് പറയുന്നത് യഥാർത്ഥ സൗഭാഗ്യമോ യഥാർത്ഥ ജീവിതമോ അല്ല എന്ന തിരിച്ചറിവായിരിക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ നയിക്കേണ്ടത്. നൈമിഷിക ജീവിതത്തിന്റെ നിസ്സാരത മനസ്സിലാക്കി പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് യഥാർത്ഥ മുഅ്മിൻ.
നന്മ ചെയ്യുവാൻ അവന്റെ മുമ്പിലെത്തുന്ന ഓരോ സെക്കൻഡുകളെയും അവൻ പ്രയോജനപ്പെടുത്തും. അത് അവർ നഷ്ടപ്പെടുത്തുകയില്ല. നാളെ പരലോകത്ത് ആ ചെയ്ത നന്മകളെല്ലാം ഫലം കൊയ്തെടുത്തുകൊണ്ട് ആഹ്ലാദത്തോടുകൂടി അവർ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിന്റെ നിലപാടിനെ കുറിച്ച് സൂറത്തുൽ ലൈലിന്റെ അവസാന ഭാഗത്തോട് പറയുന്നത് കാണാൻ കഴിയും. وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى. ആ മുഅ്മിനുകളുടെ ജീവിതത്തിന്റെ നിലപാട്, അവർ ആർക്കെന്തൊരു നന്മ ചെയ്യുന്നുവോ അതിൽ യാതൊരു പ്രതിഫലവും അവർ കാക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു നന്മയും അവരുണ്ടാവില്ല. അവരെല്ലാം ഫ്രീയാണ്. അവരതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു അത്യുന്നതനായ രക്ഷിതാവിന്റെ സംതൃപ്തിയല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് വഴിയെ ആ സംതൃപ്തിപ്പെടും, അവർ അത് ലഭിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാശിയിലും അല്ലാഹു അത് പറയുന്നത് കാണാം. നാളെ പരലോകത്ത് രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹു അതിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ പരലോക ചിന്തയില്ലാതെ, വിജ്ഞാനമില്ലാതെ, മൂഢമായി, അന്ധമായി ജീവിച്ച ആളുകളാണ്. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ എന്നാൽ അവരുടെ മുഖം ഭയം കൊണ്ട്, ഭയപ്പാടോടുകൂടി അവരുടെ മുഖം താഴ്ന്നിരിക്കും എന്നാണ്. എന്നാൽ തൊട്ടത് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല, വുജൂഹുൻ യൗമഇദിൻ നാഇമ, ചില മുഖങ്ങളിൽ നിന്ന് പ്രകാശം തിളക്കമുണ്ടായിരിക്കും. ആ മുഖങ്ങൾക്ക് അവർ ദുനിയാവിൽ ചെയ്ത അവരുടെ ജീവിതത്തിന്റെ, അവരുടെ പ്രവർത്തികളുടെ എല്ലാം സംതൃപ്തിയടയുന്ന, അതിന്റെ എല്ലാം ഫലം അവർക്ക് അനുഭവപ്പെടുന്ന, ലഭിക്കുന്ന ആ സന്ദർഭമാണത്. അപ്പോൾ പരലോകത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇവിടെ എന്ത് ലഭിച്ചില്ലെങ്കിലും നഷ്ടമായാലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. കാരണം അവർ യഥാർത്ഥമായ ജീവിതമായി പരിഗണിക്കുന്നത് അള്ളാഹുവിന്റെ പരലോകമാണ്. ഇവിടെ കിട്ടാത്തത് അവിടെ കിട്ടുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ നിരാശരല്ല. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് നന്നാവാൻ കഴിയുകയുള്ളൂ, നന്മയുള്ള മനുഷ്യനാവാൻ കഴിയൂ. നാളത്തേക്കുള്ള ഒരുക്കത്തെ അവഗണിച്ചുകൊണ്ട് നൈമിഷിക ലോകത്തിന്റെ സുഖങ്ങളിൽ മതിമറന്നു പോയ ആളുകൾ അവർ പരലോകത്ത് വളരെയധികം ഖേദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല, പാപങ്ങളിൽ മുഴുകി പരലോകം പാഴായിപ്പോയ ആളുകൾ അവിടെ വിലപിക്കുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു പറയുന്നത് കാണാം, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ. ആ ദിവസം മനുഷ്യന് അവന്റെ നന്മയെ അല്ലാഹു അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. വമാ അമിലത് മിൻ സൂഅ, അവൻ പ്രവർത്തിച്ച തിന്മകളെയും അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും. തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. അപ്പോൾ തിന്മ ചെയ്ത കുറ്റവാളികൾ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ, ഞങ്ങളും ഞങ്ങളുടെ തിന്മയും തമ്മിൽ ഒരുപാട് ദൂരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അല്ലാഹു പറയുകയാണ്, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടണേ. പടച്ച റബ്ബ് നിങ്ങൾക്ക് ഈ നൽകുന്ന എല്ലാ കാരുണ്യങ്ങളും അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിക്കുന്ന ദയയാണ്, കാരുണ്യമാണ്. എന്നാൽ അതെല്ലാം നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും വെറുതെ വിടുകയില്ല. റബ്ബ് തആല പരലോകത്ത് അവർക്ക് വിധിക്കുന്നതാണ്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ.
പടച്ച റബ്ബ് നിങ്ങൾക്ക് വിട്ടു തന്നു എന്നുള്ളത് കൊണ്ട് അള്ളാഹ് നിങ്ങൾ നിസ്സാരമായി കാണുന്നേ. ആ റബ്ബെല്ലാം നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവനവന്റെ അടിമകളോട് അങ്ങേയറ്റ ദയയുള്ളവനാണ്, അവൻ വിട്ടുവീഴ്ചയുള്ളവനാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു തിന്മകളിലും നിങ്ങളെ അള്ളാഹു പിടികൂടാതെ അള്ളാഹ് നിങ്ങളെ ദയ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരലോകത്ത് ആ ദയുണ്ടാവില്ല. മരണത്തോടുകൂടി അത് അവസാനിച്ചു കേട്ടോ. മരണത്തിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഈ മാമലകൾ ചെയ്തില്ലെങ്കിൽ പരലോകത്ത് അല്ലാഹുവിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അല്ലാഹുവെ പോലെ ശിക്ഷിക്കുന്ന ഒരു ആളും തന്നെയില്ല. അവനെ പോലെ കെട്ടിയിടുന്ന, നിങ്ങളെ ബന്ധിച്ചിടുന്ന ഒരു ബന്ധനവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത, ഒരാളും സഹായമില്ലാത്ത കഠിനമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റബ്ബിനെ നിങ്ങളെ സൂക്ഷിക്കണേ എന്നുള്ള പറയുകയാണ്. അള്ള പറയുന്നു, ദുനിയാവിലേക്ക് മടങ്ങാൻ വേണ്ടി ആ പാപികൾ കൊതിച്ചു പോകും. ധാരാളം തിന്മകളിൽ ചെയ്തുകൊണ്ട് ദുനിയാവിൽ ഇങ്ങനെ ആനന്ദം അനുഭവിച്ച, സുഖമനുഭവിച്ച ആളുകള് പരലോകത്തെത്തുമ്പോ ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചുപോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അള്ള പറയുകയാണ്, അള്ളാഹു ഏതൊരുവിനെ വഴിപഴിപ്പിച്ചുവോ അതിന് പുറമെ അവർക്കൊരു രക്ഷാധികാരി ആരാണുള്ളത്? ആരുമില്ല. നാളെ പരലോകത്ത് അക്രമികളായ ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇങ്ങനെ കാണുമ്പോ, നരകം ഇങ്ങനെ കാണുന്ന സമയത്ത് അവരെ വിലപിച്ചു പോകും. പടച്ചവനെ, ഇവിടെ നിന്ന് ഞങ്ങൾ വന്ന വഴിയിൽ തന്നെ ഒന്ന് തിരിച്ചു പോകാൻ വല്ല വഴിയുമുണ്ടതാകാ. ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്നുകൂടെ അങ്ങ് തിരിച്ചു വിടുകയാണെങ്കിൽ ഞങ്ങൾ നന്നായിക്കൊള്ളാമെന്ന് പറയുന്നത് ആ രംഗമന്വേഷിക്കും. അള്ളാഹ് പറയുകയാണ്, പാപികളായ ആളുകളെ നിന്നരായി അപമാനിച്ചവരായ രൂപത്തിൽ ആ നരകം കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ നരകത്തിന്റെ അരികിൽ അവരെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ദിനമുണ്ട്. അത് നോക്കാൻ ധൈര്യമില്ലാതെ, ആ നരകത്തിലേക്ക് നോക്കാൻ ശക്തിയില്ലാതെ, കണ്ണ് മുഴുവൻ തുറക്കാതെ ഒരരക്കണ്ണ് കൊണ്ട് ആ നരകത്തിലേക്കൊന്ന് എത്തി നോക്കുന്ന സന്ദർഭമുണ്ട്. പാപികൾക്ക് കണ്ണ് തുറന്നു നോക്കാൻ അവർ ധൈര്യപ്പെടുകയില്ല. ഇവരുടെ രംഗങ്ങൾ ഇങ്ങനെ കാണുമ്പോ മുഅ്മിനീന അവരോട് വിളിച്ചു പറയും, ഏറ്റവും നഷ്ടപ്പെട്ട ആളുകളെ, നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. അല്ലെ, നമ്മളെ മാത്രമല്ല, നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ മക്കളെയും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, ഭയപ്പെടുന്ന ഒരു രീതിയിൽ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മളും അവരും നരകത്തിന്റെ വക്കീലിൽ നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. പടച്ചറബ് കാത്തിരക്ഷിക്കട്ടെ. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എത്തിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നാം തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ കൂടെയുള്ള ഭാര്യയും മക്കളും നമ്മുടെ കൂടെ കഴിയുന്നവരും ആ തെറ്റിനുണ്ട് എന്ന് മറക്കരുത്. അവരെയും കൂടെയാണ് നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന ചിന്തയുണ്ടാവണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറയുകയാണ്, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ സ്വന്തം ആത്മാവിനെയും തന്റെ കുടുംബക്കാരെയും നഷ്ടപ്പെടുത്തിയവരാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അലാ ഇന്നൽ ളാലിമീന മിൻ അദാഫി അദാബിൻ മുഖീം. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും നിലച്ചു പോകാത്ത നിരന്തരമായ നരകത്തിന്റെ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അവിടെ ഒരു രക്ഷയില്ല, ഒരു മോചനമില്ല കേട്ടോ. ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 1000 വർഷമാണ്. നരകത്തിന് ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ദിവസമാണ്. ആ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 1000 വർഷമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ മിതശീതോഷ്ണ മേഖലയിൽ നമുക്ക് ഫാനില്ലാതെ AC ഇല്ലാതെ ഇവിടെ ഇരിക്കാൻ
ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ ദുനിയാവിലുള്ള ഏറ്റവും കഠിനമായ തീയിന്റെ ഇരുമ്പൊരുക്കുന്ന തീയുണ്ടല്ലോ, അതിന്റെ 69 ഇരട്ടി ചൂടാണ് നരകത്തിൽ ഉണ്ടാവുക. നമുക്കത് സഹിക്കാൻ കഴിയുമോ? അല്ലെ, നമ്മുടെ മക്കളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ശരീരത്തിൽ അറിയാതെ ഒരൽപ്പം ഒരു തീപ്പൊള്ളലേറ്റാൽ നമ്മുടെ മനസ്സെത്ര വേദനിക്കും, നാം എത്ര സങ്കടപ്പെടും. എങ്കിൽ ആ അതികഠാരമായ ആ നരകത്തിലേക്ക്, ആ അഗ്നിയിലേക്ക് അവർക്ക് അവിടെ ശാശ്വതമായിട്ടുള്ള ശിക്ഷയിലേക്ക് പോകുമ്പോ അതാണ് അവിടെ പറഞ്ഞത്, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുകൊള്ളണേ. ആ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്ന നരകെന്താണെന്നറിയുമോ? അത് മനുഷ്യരും കരിങ്കല്ലുകളുമാണ്. നമ്മൾക്ക് ഈ എന്റെ ഒരു കല്യാണകാരങ്ങളുടെ പണ്ട് നസീറ് കരിങ്കല്ല് ഇങ്ങനെ വെച്ചിട്ട് അടുപ്പുണ്ടാക്കി അതിന്റെ മേലെ ബിരിയാണി വെക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗ്യാസ് ഒന്നും ഇല്ലാത്തൊരു സന്ദർഭത്തില് അല്ലെ, എന്തിനാ കല്ല് വെക്കുന്നത്? കല്ലൊഴുകി പോവില്ല. എന്നാൽ ആ കല്ലാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോ എത്രമാത്രം പവർ ഉണ്ടാകും തീയിക്കെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കണേ എന്ന് റബ്ബ് വളരെ ശക്തമായ താക്കീതോടുകൂടി സ്നേഹത്തോടുകൂടി നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് എന്നാൽ അള്ളാഹ് പറയുകയാണ്, അങ്ങനെയല്ല ഈ വരാപം കൊണ്ടോ സങ്കടം കൊണ്ടോ പരാതി കൊണ്ടോ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതൊരാണ് തിന്മ സമ്പാദിച്ചു വെക്കുന്നുവോ, വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചലനങ്ങളും പൈസ കൊണ്ടും ശരീരം കൊണ്ടും അധികാരം കൊണ്ടുമെല്ലാം തിന്മകളാണ് നേടിവെക്കുന്നത് എങ്കിൽ നാളെ പരലോകത്ത് അവനെ ഹാജരാക്കുമ്പോ അവന്റെ ചുറ്റും തിന്മകളാണ് കൊണ്ടുപോണെങ്കിൽ തീർച്ചയായും അവര് നരകത്തിന്റെ അണകളാണ്. അവരാ നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്ന് റബ്ബ് തആല പഠിപ്പിക്കുക. മാത്രമല്ല തിന്മ ചെയ്യുന്ന ആളുകള് അല്ലെ, തിന്മ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് ആളുകൾ തിന്മകൾ ചെയ്യുന്നത്, തെറ്റുകൾ ചെയ്യുന്നത്. ഏതെല്ലാം രൂപത്തില് അല്ലെ, നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയാത്ത തെറ്റുകളാണ് ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത് ശരീരം കൊണ്ടും അതുപോലെ സമ്പത്ത് കൊണ്ടും അതുപോലെ മറ്റ് ഏതെല്ലാം സൗകര്യങ്ങൾ അള്ളാഹു മനുഷ്യന് കൊടുത്തിട്ടുണ്ടോ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റുകൾ ചെയ്യുകയാണ്. അങ്ങനെ തെറ്റുകൾ വാരിക്കൂട്ടിയ മനുഷ്യര് പക്ഷേ പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും അവർക്ക് പരീക്ഷണങ്ങളും ശിക്ഷകളും അള്ളാഹു കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹ് പറയുന്നു, അലം നറോ, നിങ്ങളെ കണ്ടില്ലേ, നിങ്ങൾക്ക് മുമ്പുള്ള എത്ര സമൂഹങ്ങളെയാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് അല്ലെ. ലൂത്തിന്റെ സമൂഹത്തെ, അതുപോലെ തന്നെ ലൂത്ത് അലൈഹിസ്സലാമിന്റെയും സ്വാലിഹ് അലൈഹിസ്സലാമിന്റെയും ശുഐബ് അലൈഹിസ്സലാമിന്റെയും മൂസാ അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാം. അവരൊക്കെ അവരെ പോലെയുള്ള മനുഷ്യന്മാര് ഈ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടില്ല. അത് അവരുടെയൊക്കെ നീളം തന്നെ 40 അടിയായിരുന്നു പറയുന്നത്. അത്ര നീളമുള്ള, അത്ര ആരോഗ്യവാന്മാരായ നമ്മൾ കാണുന്നില്ലേ ആ ഈജിപ്തിലെ പിരമിഡൊക്കെ അന്ന് കണ്ട ക്രൈനോ JCB ഉണ്ടായിരുന്നോ? ആരത് ഉണ്ടാക്കിയെടുത്തത്? അതുപോലെ തന്നെ ആ സമൂഹത്തിന്റെ ആ മലകൾ തുറന്നുണ്ടാക്കിയ വീടുകളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നില്ലേ? അന്ന് ഇരുമ്പിന്റെ ആയുധങ്ങൾ പോലുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവരുടെ ശക്തിയും അവരുടെ കഴിവും എത്രമാത്രമാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരെ പ്രവർത്തന ഫലമായിക്കൊണ്ട് അല്ലാഹു പറയുന്നു, അവർക്ക് നാം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, നിങ്ങൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനം പറയുകയാണ്, അവരുടെ തിന്മകൾ കാരണം ഞാൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോ നമ്മളിങ്ങനെ കാണുന്ന രാഷ്ട്രീയമായ സാമൂഹികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആണെങ്കിലും ശരി, അല്ലെങ്കിൽ പേരറിയാത്ത രോഗങ്ങളാണെങ്കിലും ശരി, ഇതെല്ലാം സാമ്പത്തികമായ മാന്യങ്ങളാണെങ്കിലും ശരി, എല്ലാം വരുന്നത്
നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. മനുഷ്യന്റെ കരങ്ങൾ അവന്റെ പ്രവർത്തന ഫലമായിക്കൊണ്ട് കടലിലും കരയിലും പ്രയാസങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് റബ്ബ് തആല പഠിപ്പിക്കുക. നമ്മുടെ പ്രവർത്തനമാണ് മേലോട്ട് തുപ്പിയാൽ മുഖത്തേക്ക് വീഴുന്നത് പോലെ നാം ചെയ്യുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ പല രൂപത്തിൽ, അത് രോഗങ്ങളാവാം, അല്ലെങ്കിൽ വർഗീയമാവാം, അല്ലെങ്കിൽ യുദ്ധങ്ങളാവാം, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളാവാം, പല രൂപത്തിലും നമ്മിലേക്ക് തിരിച്ചു വരും. ഇതെല്ലാം കാണുക, ഇതെല്ലാം ഇതിനു വേണ്ടിയാ സൂറത്ത് സഹദിലുള്ള പറയുന്നുണ്ട്, ഈ ദുനിയാവിൽ ചെറിയ ചെറിയ ദോഷങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പരീക്ഷിക്കും, ചെറിയ ചെറിയ ശിക്ഷകൾ ഇതുപോലെയുള്ള കണ്ടുകൊണ്ട് പരീക്ഷിക്കും. അതുകൊണ്ട് തീർന്നു എന്ന് വിചാരിക്കേണ്ട, വലിയ ശിക്ഷ നിങ്ങൾക്ക് പരലോകത്ത് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടുന്ന് ശിക്ഷ കിട്ടിയപ്പോ ആകെ സമൂഹത്തെ അള്ളാഹു അവരെയൊക്കെ നശിപ്പിച്ചു പറഞ്ഞുകൊണ്ട് തീർന്നില്ല. അവർക്ക് വലിയ ശിക്ഷ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തിന്മകൾ ചെയ്യുമ്പോ, തെറ്റുകൾ സംഭവിക്കുമ്പോ ഉടനെ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എങ്കിൽ ആ തെറ്റുകൾ തന്നെ മുന്നോട്ട് പോയാൽ പടച്ച റബ്ബിന്റെ ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകും. പാപങ്ങളിലേക്ക് ശൈത്താൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും, ഓ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ, അവൻ നിങ്ങളെ ഭയപ്പെടണേ. ഒരു ദിവസത്തെ നിങ്ങളെ ഭയപ്പെടണേ. ഒരു പിതാവ് തന്റെ മകനെ ഉപകരിക്കാത്ത ഒരു ദിവസം വരാനുണ്ട്. അല്ലെ, ഇവിടെ നമ്മളൊക്കെ ജീവിക്കുന്നില്ല. ദുനിയാവിൽ നമ്മളൊക്കെ ഭൗതികമായി ജീവിക്കുന്നത് നമ്മുടെ മക്കളെ തീറ്റിപ്പോറ്റാൻ, അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ, അവരെ പഠിപ്പിക്കാൻ, അവരെ വളർത്താൻ. അതാണ് ഒരു പിതാവ് ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു കുട്ടിയുണ്ടായാൽ പിന്നെ ആ പിതാവിന്റെയും മാതാവിന്റെയും ജീവിതം മുഴുവൻ ആ കുഞ്ഞിന്റെ ചുറ്റുമാണ്. ആ കുഞ്ഞിന്റെ വളർച്ച, കുഞ്ഞിന്റെ പഠനം, അതിന്റെ ജോലി, അതിന്റെ വിവാഹം, അങ്ങനെയാ മാതാപിതാക്കൾ നമ്മളെല്ലാം. എന്നാൽ പരലോകത്ത് ഒരു മാപ്പയും ഉമ്മയും മകൻ ഉപയോഗിക്കാത്ത, മകൾക്ക് ഉപകാരപ്പെടാത്ത ദിവസം നമ്മൾ പറയാറില്ലേ, എനിക്കൊരു മോനുണ്ട്, എന്റെ മോനെന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ അനുസരിക്കും, എന്ത് വന്നാലും എന്റെ മോനെന്നെ സംരക്ഷിക്കുമെന്നൊരു ധൈര്യം നമുക്ക് ദുനിയാവിലുണ്ടെങ്കിൽ പരലോകത്ത് ആ മകൻ വാപ്പയ്ക്ക് ഉപകരിക്കാത്ത ദിവസമാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. അമ്മ ഈ പറയുന്ന സത്യങ്ങളെ വാഗ്ദാനം ചെയ്യുന്ന ഈ ദിവസം അത് സത്യമാണെന്ന് പുനരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ ദുനിയാവിന്റെ സുഖങ്ങളും ആഡംബരങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ, നിങ്ങളെ അത് ചീറ്റ് ചെയ്യാതിരിക്കട്ടെ. ആ മഹാവഞ്ചകനുണ്ടല്ലോ ശൈത്താൻ, അവൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. പിശാച് നമ്മുടെ ഐഡിയോളജിയൊക്കെ മാറ്റിക്കളയും, ചിന്തകളൊക്കെ മാറ്റും, തിന്മകളൊക്കെ മാറ്റും. അല്ലെ, ഒരു പെൺകുട്ടി അവളെ മക്കനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവളോട് ഈ മക്കനെ നീ എടുത്തു മാറ്റി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മുസ്ലിം പെൺകുട്ടി മക്കനെ എടുത്തു മാറ്റൂല. അതിന് പകരം അവളെ മുമ്പിൽ ഒരു മോഡൽ കൊണ്ടുവരും. മക്കൻ എങ്ങനെ മുടണ്ട, 2 വാല് മാത്രം തൂക്കി ചുറ്റിക്കെട്ട് വാല് മാത്രം തൂക്കിയിട്ടാ മതി. അപ്പോൾ എന്ത് ചെയ്യും? ഫുൾ ഹിയാർ മാറ്റിയിട്ട് ഷോള കൊണ്ട് കെട്ടി 2 വാല് മാത്രം ഇടും. പിന്നെ കുറച്ച് കഴിയുമ്പോ കൂട്ടുകാരികളും മറ്റൊരു പറയും, 2 വാലിടുമ്പോ രസമല്ല, 1 വാല് മതിയും. അപ്പൊ 1 വാലായി മാറും, ഒരു ഭാഗത്ത് മാത്രം ഇറക്കിയിടും. പിന്നെ കുറച്ച് കഴിയുമ്പോ എന്തിനാ ഈ വാലങ്ങനെ കെട്ടിയ പോരേതാണ്, അതങ്ങനെയായി പോകും. കുറച്ച് കഴിഞ്ഞാൽ തോന്നും, എന്തിനെങ്ങനെ ചുറ്റിക്കെട്ടി ചൂടത്ത് പ്രയാസപ്പെടുന്നത്, വെറുതെ ഒരു ഷോളത്ത് വെച്ചാൽ പോരേനാണ്. അങ്ങനെ അങ്ങനെ പടിപടിയായിക്കൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് മാറ്റി 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 പറഞ്ഞ് നമ്മൾ പൂർണ്ണമായ തിന്മയിലേക്ക് കൊണ്ടുപോകും. അതാണ് പിശാചിന്റെ ഐഡിയോളജി. അത് നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മുടെ സാമ്പത്തിക രംഗത്തുണ്ടാവും, എല്ലാ രംഗത്തും. നമ്മൾ ഒന്നായിട്ട് ഒരു മുസ്ലിമിനെ ഒരിക്കലും ഒരൊറ്റയ്ക്ക് തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശൈത്താൻ എന്ത് ചെയ്യും? വസ്വാസുൽ ഖന്നാസ്, ഇടയ്ക്കിടയ്ക്ക് വരും.
മാറ്റി മാറ്റി കൊണ്ടുവരും. അവസാനം അവൻ ഉദ്ദേശത്തിൽ കൊണ്ടുപോകും. അതാ അവിടെ പറയുന്നത്, നിങ്ങള് ആ മഹാവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും കാര്യമാണെങ്കിലും അത് ശരി തന്നെയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം അല്ലാഹുവിന്റെ ദീനിൽ ഖുർആനിലും സുന്നത്തിലും ഉറച്ചു നിന്നാൽ ഒരിക്കലും ആ വഞ്ചകനെ നമ്മളെ വഞ്ചിക്കാൻ കഴിയുകയില്ല. പരലോകമാണ് നമ്മുടെ ജീവിതത്തിന്റെ ശാശ്വതം എന്ന് ബോധ്യപ്പെട്ടാൽ, അതിനനുസരിച്ച് ജീവിച്ചാൽ അവനൊരിക്കലും നമ്മളെ നശിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പാപങ്ങളും ഈ പാപങ്ങൾ വിട്ടു നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, പരലോകം ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുവാൻ ആ രൂപത്തിൽ പോകുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടെ അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് كثيرا طيبا مباركا فيه ربنا ويرضى وصلى الله وسلم على نبينا محمد وآله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുകയും പരിപൂർണ മുസ്ലിമായി കൊണ്ട് മാത്രം ഈ ലോകത്തിൽ നിന്ന് വിടകൊള്ളുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തോടുന്ന പോലെ വീണ്ടും വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, എല്ലാവർക്കും ഹിജ്റയുണ്ട്, എല്ലാവരും ഹിജ്റ ചെയ്യണം, എല്ലാ മുഅ്മിനുകളും. എങ്ങനെയാ ഹിജ്റ ചെയ്യേണ്ടത്? ഇതിൽ പറഞ്ഞു, അൽ മുഹാജിറു മൻ ഹാദറ മാ നഹല്ലാഹു അൻഹു. അല്ലാഹു വിലക്കിയ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതിനെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ ഹിജ്റ എന്നാണ്. അല്ലെ, മക്കയിൽ നിന്ന് സ്വഹാബികൾ മദീനയിലേക്ക് പോയി തങ്ങളുടെ ദുനിയാവിന്റെ എല്ലാം വെടിഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട്, അതിനെ ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു പോവാന്നാണ്. അപ്പോൾ നമുക്കുള്ള ഹിജ്റ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു, അത് തിന്മയിൽ നിന്ന് മാറി നിൽക്കുക, തിന്മയെ വെടിയുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ പ്രയാസം അതാണ്. അതുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി ഉണ്ടാവേണ്ടത് ഇൽമുൽ അബ്ദി ബിഖുബ്ഹിഹാ വസിദാറതിഹാ, പാപങ്ങളുടെ ആ വൃത്തികേടുകൾ, നിന്ദയും അതിന്റെ മ്ലേച്ഛതയും നമ്മൾ അറിഞ്ഞിരിക്കാനാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് എത്രമാത്രം മോശമാണ്, എത്രമാത്രം നിന്ദ്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ എങ്ങനെയാ കാണാൻ അറിഞ്ഞാൽ നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ്, മ്ലേച്ഛമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു പറയുക നബിയെ. മാ വഹറ മിൻഹാ വമാ ബതന, രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും തെറ്റുകൾ ചെയ്യുന്നത് അല്ലാഹു ഹറാമാക്കി. ആരും കണ്ടില്ലെങ്കിൽ ചെയ്യാന്നുള്ളതല്ല, ആരും കണ്ടാലും ഇല്ലെങ്കിലും തിന്മ ചെയ്യുക അല്ലാഹു വിലക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിന് പാപങ്ങളെ കാണുന്നത് തന്റെ തലയിൽ വീഴാൻ നിൽക്കുന്ന ഒരു മല പോലെയാണ്. ഒരു മല, ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴാൻ പോകുന്ന ഒരു ബിൽഡിങ്ങിനെ പൊളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതിന്റെ ചുവട്ടിൽ പോയി നിൽക്കുന്നത് പോലെയാണ് ഒരു മുഅ്മിൻ തിന്മകളെ കാണുക. അതുകൊണ്ട് അവൻ അതിനെ ഭയപ്പെടും. എന്നാൽ ഒരു പാപിയായ മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യൻ, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദ്ബാബിൻ മറ അലാ അൻഫിഹി ഫഖാല ബിഹാകദ, മൂക്കത്തൊരു ഈച്ച വന്നിരുന്നാൽ അതിനെ ആട്ടിവിടുന്നത് പോലെ മാത്രമേ ഒരു ദുഷ്ടനായ മനുഷ്യൻ തിന്മയെ കന്യസാരെ കാണാൻ. അത് കാര്യമില്ല, ഇതിനേക്കാളൊക്കെ വലിയ തിന്മകൾ എത്ര ആൾക്കാർ ചെയ്യുന്നത്, നമ്മൾ മാത്രമാണ് അപ്പോൾ ചെയ്യുന്നത്, എത്ര ആൾക്കാർ ചെയ്യുന്നത്. ഇങ്ങനെ നിസ്സാരമായിട്ട് കാണും തിന്മയെ എന്നാണ്. ആര്?
പാപിയായ മനുഷ്യൻ. എന്നാൽ മുഅ്മിൻ അങ്ങനെയല്ല. അവൻ ചെറിയ തിന്മയാണെങ്കിലും തലയിൽ ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു വലിയ മല പോലെ അവൻ ഭയപ്പെടും അത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കാണാൻ കഴിയും. രണ്ടാമതായി ഖൗഫുല്ലാഹി വഖശിയതുഹു, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാവുക എന്നതാണ്. തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, അതുകൊണ്ട് പടച്ച റബ്ബിന്റെ ശിക്ഷയെയും നരകത്തെയും എല്ലാം കുറിച്ച് പഠിക്കുക, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതാണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ഉപകരിക്കാതെ. അല്ലാഹ് സൂറത്തുൻ നാസിആത്ത് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى. അപ്പോൾ ഏതൊരുത്തൻ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സന്ദർഭത്തെ ഭയപ്പെടുകയും തന്റെ മനസ്സിനെ അവന്റെ ചിന്തയിൽ നിന്ന് ആഗ്രഹങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവരുടെ സങ്കേതം അവർക്ക് തിരിച്ചു ചെല്ലാനുള്ള സ്വർഗമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയത്ത് ഭയപ്പെടുക, പടച്ചോൻ ചോദിക്കുന്ന ആ സമയത്ത് ഭയപ്പെട്ടുകൊണ്ട് മനസ്സിനെ അടക്കി നിർത്തുക, ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുക, അവർക്കാണ് സ്വർഗം എന്നാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ കാണാൻ കഴിയും. അൽ മുഅ്മിനു യഅമലു ബിത്ത്വാഅത്ത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവനെ അനുവദിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുകയും അതുപോലെ തന്നെ അവന്റെ ഹൃദയം വിറക്കുകയും ചെയ്യുന്നു. അള്ളാഹ് അനുവദിച്ച കാര്യം ചെയ്യുമ്പോൾ തന്നെ പടച്ചോനെ ചെയ്താൽ തെറ്റുണ്ടോ, ഇത് അള്ളാഹ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞൊരു ഭയപ്പാടുണ്ടാവും അവർക്ക് മുഅ്മിന് എന്നാണ്. എന്നാൽ ഒരു അധർമ്മിയായ മനുഷ്യന് അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോ വഹുവ ആമിൻ, അവൻ ഒരു ഭയം ഉണ്ടാവില്ല എന്നാണ്. തെറ്റ് ചെയ്യാൻ ഒരു ഇതൊക്കെ സാധാരണല്ലേ, അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു നിർഭയത്വം, ഒരു പേടിയില്ലാത്ത രൂപത്തിലാണ് അവൻ തെറ്റുകൾ ചെയ്യുക എന്ന് മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പടച്ചവൻ കാണുന്നുണ്ട് എന്ന ചിന്ത, അള്ളാഹു ചോദ്യം ചെയ്യുമെന്നൊരു ചിന്ത മനസ്സിൽ നമ്മൾ ഉണ്ടാക്കണം. അതെന്ത് ചെയ്യണം? നമ്മള് പള്ളിയും ഖുർആനും ക്ലാസുകളുമായി നിരന്തര ബന്ധം ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകെട്ടുണ്ടാവണം. പടച്ചോനെ പേടിക്കുന്ന മനുഷ്യന്മാരായിട്ട് ചെല്ലാത്തുണ്ടാവണം. അപ്പോഴും ആ ഭയം ഉണ്ടാവും. അങ്ങനെ പടച്ചവനെ ഓർമ്മിക്കുന്ന ഭയപ്പെടുന്ന ഒരു ജീവിതം നയിച്ചാൽ തിന്മകൾ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ്. മൂന്നാമതായി അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ലജ്ജ ഉണ്ടാവുക എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്തഹിയൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹ് യഥാർത്ഥമായ ഒരു ലജ്ജ നിങ്ങൾക്കുണ്ടാവണം. ഞാൻ നിങ്ങളോട് പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച്. പറഞ്ഞു ഞങ്ങളെ ചോദിച്ചു, യാ റസൂലുള്ളാഹ് ഇന്നാ നസ്തഹി വൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി നബിയെ, ഞങ്ങൾക്കൊക്കെ നല്ല ലജ്ജയുള്ള ആളുകളാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ ഷെയിം അല്ലെ, ഞങ്ങൾക്ക് നല്ല ലജ്ജയുള്ള ആൾക്കാരാണ് നബിയെ, ഞങ്ങൾ ലജ്ജ ഇല്ലാത്തവരെന്നല്ലോ നബിയെ. അല്ലാഹുവിന്റെ സ്തുതി. റസൂൽ പറഞ്ഞു, ആ ലജ്ജയല്ല ഞാൻ പറഞ്ഞത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ലജ്ജയാണ് യഥാർത്ഥമായ ലജ്ജ എന്ന് പറയുന്നത്. എങ്ങനെയാ? നിന്റെ തല കൊണ്ട് തലച്ചോറ് കൊണ്ട് നീ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അവിടെ പടച്ചവനെ എനിക്ക് ലജ്ജയുണ്ടാവണം. മോശമായ കാര്യങ്ങളും തിന്മകളും തെറ്റുകളും തലയിൽ ചിന്തിക്കരുത്, അതിനെ കുറിച്ച് പടച്ചവനോട് ലജ്ജയുണ്ടാവണം. നീ സമ്പാദിച്ചുകൊണ്ട് തിന്നുന്ന ഭക്ഷണമുണ്ടല്ലോ, നിന്റെ വയറ്, ആ വയറിൽ നീ എന്താണ് നിറയ്ക്കുന്നത് എന്ന് അള്ളാഹുവിനെ കുറിച്ച് നിനക്കൊരു മാനക്കേടുണ്ടാവണം. അള്ളാഹ് ഇഷ്ടപ്പെടാൻ നിറയ്ക്കുമ്പോഴൊരു മാനക്കേട്, ഹലാലല്ലാത്ത ജീവിതവും ഭക്ഷണവും നീ അള്ളാഹിനെ കുറിച്ച് മാനക്കേടുണ്ടാവണം. അതുപോലെ തന്നെ മരണത്തെയും നാശത്തെയും കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടാവണം. പരലോകം ആഗ്രഹിക്കുന്ന ആളുകള് ദുനിയാവിന്റെ വല്ലാത്ത ആർഭാടത്തിൽ ചെന്ന് ചാടുകയില്ല. ദുനിയാവിന്റെ വലിയ ആർഭാടം, ദുനിയാവ് ഇങ്ങനെ വാരിക്കൂട്ടാൻ, വീടാണെങ്കിലും വാഹനാണെങ്കിലും സമ്പത്താണെങ്കിലും അതിനു വേണ്ടിയിട്ട് വല്ലാതെ കൂടുകയില്ല എന്ന്. ഇങ്ങനെ ആരുന്നു അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അള്ളാഹു ലജ്ജയുള്ളവൻ എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തലയിൽ തിന്മകൾ ചിന്തിക്കുമ്പോൾ പടച്ചവൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മാനക്കേട് നമുക്കുണ്ടാവണം. പടച്ചറപ്പത് കേൾക്കുന്നു. അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന വിഭവങ്ങള് അത്
ഹലാലല്ലാത്ത നല്ലതല്ലാത്ത പടച്ചോൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഹയാ ഉണ്ടാവണമെന്ന് റസൂൽ ഞങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് ഹയാ ഉള്ളവരായി അള്ളാഹുവിനെ ലജ്ജിക്കുന്നവരായി ഭയപ്പെടുന്നവരായി മാറുക. അള്ളാഹു എല്ലാ തിന്മയും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം നമ്മുടെ സഹോദരങ്ങൾപ്പെട്ട ആളുകൾ പലവിധ രോഗങ്ങളും പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ആ രോഗത്തിന്റെ പരിപൂർണ്ണ ശമനവും ഷഫീം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യമുള്ള ദീർഘായുസ്സ് എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനത്തുകൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ولا تسلح القنا بالنار ولا تجعلنا من حطب النار وانها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. وصلى الله وسلم على محمد وعلى اله والحمد لله رب العالمين.